നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും സത്യം അങ്ങനെ ആവില്ല. അമ്മ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതാ സത്യം. അവൻ ഒരാളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞത് എന്നോടാ. ആ പ്രേമം മറ്റാരോടും അല്ല, അത് മൈഥിലി ചേച്ചിയോടാ. നീ പറയുന്ന റീസൺസ് ഒക്കെ നിന്നെ ശുദ്ധീകരിക്കാനുള്ള ന്യായങ്ങളാ. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം കാണിച്ചാലോ ACP? എനിക്ക് അന്നുണ്ടായ ഈ സംശയം നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ല, ഇനി ചോദിച്ചാലും എന്നോടുള്ള ശത്രുത കൊണ്ട് അവരത് പറയണമെന്നില്ല. സത്യങ്ങളെല്ലാം പലരിൽ നിന്നായി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ വഞ്ചിച്ചവർക്ക് ആർക്കും ഞാൻ മാപ്പ് കൊടുക്കില്ല. തെറ്റ് ചെയ്യാത്തവരെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. നിങ്ങൾക്കിപ്പോ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളിൽ എനിക്കും വിഷമമുണ്ട്. അതിന് നിരപരാധിയായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ നിരപരാധിയല്ല. എന്റെ മനസ്സിൽ തിളയ്ക്കുന്ന കടലാക്കി മാറ്റിയെടുത്തത് നീ ഒറ്റ ഒരുത്തിയാ. ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ പങ്ക് നീയും അനുഭവിച്ചേ പറ്റൂ. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. മോനെ കാർത്തി, എന്നെ ഇനി മോനെ എന്ന് വിളിക്കണ്ട. ഞാൻ അങ്ങനെ വിളിക്കൂ. എന്റെ മോനെ, നീ ഈ തീരുമാനം പിൻവലിക്കണം. നിന്റെ ഈ പാവപ്പെട്ട അമ്മയുടെ അപേക്ഷ വളർത്തിയതിന്റെ പ്രതിഫലം ചോദിക്കുന്നതല്ല. ഏതൊരമ്മയ്ക്കും മകനോട് പറയാനും മകൻ കേട്ടില്ലെങ്കിൽ അവനോട് അപേക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നിന്നെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും നീ എന്റെ മകനാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നീ എന്നെ അമ്മയായി കരുതിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഈ അപേക്ഷ എന്റെ മോൻ കേൾക്കണം. ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രമേ എന്റെ മോനോട് അമ്മ അപേക്ഷിക്കുള്ളൂ. ഇതെന്റെ മോൻ അംഗീകരിക്കണം. മോനെ, നീ എന്നെ ഇറക്കി വിട്ടോ, ഞാൻ പോവാൻ തയ്യാറാ. പക്ഷെ പ്രായമായ എന്റെ അച്ഛനോടും അമ്മയോടും ഇറങ്ങിപ്പോവാൻ നീ പറയരുത്. അമ്മയുടെ മനസ്സിന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാ മോനെ. എന്റെ മോൻ വന്ന് അവരോട് മാപ്പ് പറയണം. ഞാൻ ആരോടും മാപ്പ് പറയുന്ന പ്രശ്നമില്ല. മോനെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പഴയ കാർത്തിക്കല്ല. മനസ്സ് മരവിച്ചു പോയ മറ്റൊരു മനുഷ്യനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.